ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡി ലൈഫ്. ഞാനിവിടെ എന്തിനാണ് ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നലെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരിക്കും, 6 വയസ്സായ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട്. ഇന്ന് രാവിലെ അടുത്തൊരു വാർത്ത വന്നിട്ടുണ്ട്. ഈ 6 വയസ്സുകാരനായ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്താനുള്ള കാരണം 20 വയസ്സായ ഒരു പയ്യൻ ഈ 6 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ്. ഞാൻ ആ ജസ്റ്റ് വാർത്ത അവിടെ ഒന്ന് കൊടുത്തേക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഞാനത് എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് അറിയാമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 6 വയസ്സായ കുട്ടിയെ 20 വയസ്സുകാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇവിടെ ലിംഗവ്യത്യാസമില്ല, പ്രായം പോലും കണക്കിലില്ല. 6 വയസ്സായ കുട്ടിയാണ്. ചിലപ്പോൾ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ആ 20 വയസ്സുകാരൻ ഡ്രഗ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലഹരിയുടെ അടിമത്തത്തിലൊക്കെ ആയിരിക്കുന്നവനാവാം. എന്ത് തന്നെയായാലും 6 വയസ്സുകാരനോട് കാണിക്കാൻ തോന്നിയൊരു ക്രൂരത നമ്മളെല്ലാവരും ഒന്ന് കാണണം. ഇത് വലിയൊരു സാമൂഹിക വിപത്ത് തന്നെയാണെന്ന്. നമ്മൾ ചിലപ്പോൾ ഒന്ന് വിചാരിക്കും, നമ്മുടെ വീടിനടുത്തൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ നമുക്കുള്ള ആർക്കല്ലല്ലോ, ആർക്കോ എവിടെയോ എന്തോ സംഭവിച്ച കാര്യമാണ് എന്നൊക്കെ നമുക്ക് വിചാരിച്ചൊന്ന് ആശ്വസിക്കാം. പക്ഷേ അങ്ങനെയല്ല. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലുമുണ്ട്. നമുക്കും നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ എപ്പോഴെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ. എന്നാലും നമ്മളിതെല്ലാം കെയർഫുള്ളായിരിക്കണം. ഇതുപോലെയുള്ള എന്തെങ്കിലും ലഹരി ഉപയോഗങ്ങളോ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നതോ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അധികാരികൾ അതെത്തിക്കുക. എന്നാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നെല്ലാം യുവാക്കളെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലുള്ള സാമൂഹിക വിപത്തിനെല്ലാം നമുക്ക് സമൂഹത്തിൽ നിന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക. ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ച് നേരിടുക. നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെതിരെ പ്രവർത്തിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ, ബൈ ബൈ.